Hi students, welcome to social psychology class. So after a long time we are discussing about a social psychology topic and we have already discussed about leadership and types of leadership. Today we are going to discuss about qualities of a leader. What are the qualities needed to be a good leader? So, we know that there are many successful leaders from various areas, from various places. We have seen many successful leaders from different areas. So, these successful leaders varies from place to place, culture to culture, situation to situations. എല്ലാ ലീഡേഴ്സും ഒരേപോലെയാണ് നോ ദേ ഡിഫർ ഫ്രം വിച്ച് ഏരിയ ദേ കം ഫ്രം ഏത് ഏരിയയിലാണോ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ ഓരോരുത്തരും വരുന്നത് അതിനനുസരിച്ച് ദർ വിൽ ബി ഡിഫറൻസ് അതേപോലെ തന്നെ ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ പ്ലേസ് ദേ കം ഫ്രം ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ കൾച്ചർ ദേ കം ഫ്രം ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ സിറ്റുവേഷൻസ് സോ വാട്ട് ഈസ് റിക്വയർഡ് ടു ബി എ ഗുഡ് ലീഡർ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് വരുന്ന ആളുകൾ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും സ്പെഷ്യലൈസ്ഡ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഹീസ് എ ഗുഡ് ലീഡർ ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹീസ് എ ഗുഡ് പ്ലെയർ, ദ ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് രത്തൻ ടാറ്റ? ഹീസ് വെരി ഗുഡ് ഇൻ ബിസിനസ്, സോ വി ക്യാൻ കോൾ ഹിം എ ലീഡർ ഇൻ ബിസിനസ്. നമ്മൾ ഒരുപാട് റിപ്പോർട്ട്സൊക്കെ കണ്ടതാണ്. ടാറ്റയുടെ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ഹൗ ഡിഡ് ഹി റീച്ച് ടു ദിസ് പൊസിഷൻ, വാട്ട് ഷുഡ് എ ഇൻഡിവിജ്വൽ ഡൂ ടു അച്ചീവ് ഇൻ ഹിസ് ലൈഫ്. സോ ഹീ ഈസ് മാസ്റ്റർ ഇൻ ബിസിനസ്. നെക്സ്റ്റ് അഭിനവ് ബിന്ദ്ര, ഹീസ് എ ഗുഡ് ഷൂട്ടർ ആൻഡ് ഹി ഹാഡ് ഗോട്ട് മെഡൽ. സോ എല്ലാവർക്കും അവരുടെ ആയിട്ടുള്ള ഒരു രീതിയിൽ അവരൊക്കെ എന്താണ് ലീഡേഴ്സാണ്. അപ്പം ഇവർക്കൊക്കെ ഓരോരോ ക്വാളിറ്റീസ് ഉണ്ട്. ദേ ഹാവ് സം ക്വാളിറ്റീസ് ടു ബി എ സക്സസ്ഫുൾ ലീഡേഴ്സ്. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ആർ ദ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. We can say that leaders are aware of the abilities of their followers. എപ്പോഴും ലീഡേഴ്സ് എന്തായിരിക്കും, അവർ ഹോണസ്റ്റ് ആയിരിക്കും, അവർ വളരെ ടാലൻറ്റഡ് ആയിരിക്കും, അവർ ഭയങ്കര സ്കിൽഫുൾ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ദേ വിൽ ബി ഹാവിങ് എ ഗ്രേറ്റ് അവെയർനെസ് ഓഫ് ദെയർ ഫോളോവേഴ്സ്. അവരുടെ ഫോളോവേഴ്സിൻ്റെ എബിലിറ്റീസിനെ കുറിച്ചൊരു അവെയർനെസ് അവർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ലീഡേഴ്സ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം, നല്ല ഇൻട്രാക്റ്റീവ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ക്യാൻ ബി ബോത്ത് വേർബൽ ആൻഡ് നോൺ വെർബൽ ആയിട്ടും വേർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരിൽ ഉണ്ടായിരിക്കണം. Next point is leaders accept personal responsibilities. They will be very much willing to get a responsibility or take a responsibility. എപ്പോഴും ആ ഒരു വില്ലിങ്നെസ് അവരിലുണ്ടാവും, ആ ഒരു ഇനീസിയേഷൻ അവരിലുണ്ടാവും. ആൻഡ് ദേ ക്യാൻ ബി സെറ്റ് എക്സാമ്പിൾസ് ഫോർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് എപ്പോഴും ഒരു മോഡൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ലീഡേഴ്സ് ഹാവ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പോരാ, ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റിയും കൂടി ആർക്ക് വേണം, ഈ ഒരു ലീഡറിന് ആവശ്യമാണ്. ആൻഡ് ഫൈനലി ലീഡേഴ്സ് ആർ ഗുഡ് പ്ലാനേഴ്സ്. ദേ വിൽ ബി ഹാവിങ് എ ഗുഡ് പ്ലാനിങ് സ്കിൽ. എന്തിനും നമ്മൾ പറയും എല്ലാത്തിനും നമുക്കൊരു പ്ലാൻ വേണം, ഒരു സ്ട്രക്ചർ വേണമെന്ന് പറയും. സോ ആ ഒരു പ്ലാനിങ് സ്കിൽ എപ്പോഴും ഒരു നല്ലൊരു ലീഡറിനുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹി വിൽ ബി ഹാവിങ് എ ഗുഡ് വിഷൻ ആൻഡ് മിഷൻ. നമ്മുടെ അച്ചീവ് ചെയ്യേണ്ട ഗോള് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം അച്ചീവ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു വിഷൻ ആരൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ലീഡേഴ്സിന് ഉണ്ടായിരിക്കും. ആൻഡ് ദേ വിൽ ബി ട്രസ്റ്റ് വർത്തി. അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, അവർ അത്രയും ട്രസ്റ്റ് വർത്തി ആയിരിക്കും. സോ ദീസ് ആർ ദ സ്കിൽസ് റിക്വയർഡ് ടു ബി എ ഗുഡ് ലീഡർ. Now we are going to discuss about theories of leadership. So we will be discussing about different types of theories. ആൻഡ് നമുക്കറിയാം ഓരോ തിയറിയും ഓരോ രീതിയിലായിരിക്കും ലീഡർഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പഴയ ഏർലി ടൈപ്പ് ഓഫ് തിയറീസൊക്കെ പറഞ്ഞിരുന്നത് ആക്ച്വലി ദീസ് വർ ഇൻബോൺ ടാലൻസ്, ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ് ലീഡർഷിപ്പ്. ആൻഡ് ദേ ആർ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടീസ്, അതായത് നമുക്ക് ബൈ ബേർത്തിൽ കിട്ടുന്ന കുറച്ച് ക്വാളിറ്റീസാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് വേറെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് നമുക്ക് ഈ തിയറിയിലൂടെ കാണാം.
So, main when we discuss about theories of leadership, there are 7 leadership theories. First one is great man theory. Second one is trait theory. Third one is behavioral theory. Fourth one is contingency theory. Then it is charismatic leadership theory. Then we have transactional leadership theory. Finally, we have transformational leadership theory. അപ്പോൾ ഇങ്ങനെയുള്ള 7 തിയറീസാണ് ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉള്ള സൈക്കോളജിയിലുള്ള തിയറീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ തിയറീസ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഗ്രേറ്റ് മാൻ തിയറി. Great man theory was actually proposed by Thomas Carlyle. Thomas Carlyle 1840s ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് തിയറി അബൌട്ട് ലീഡർഷിപ്പ്. അദ്ദേഹം എന്താണ് പറഞ്ഞത് ചോദിച്ചാൽ, ലീഡർഷിപ്പ് ഇസ് ആൻ ഇൻഹെറൻറ്റ് ട്രേറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സന് കിട്ടുന്ന ഇൻഹെറിറ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ട്രേറ്റ് ആണ് ലീഡർഷിപ്പ് എന്നും ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ടാവുന്നത് ബൈ ബേർത്ത് ആണ് എന്നാണ് ആര് പറഞ്ഞത്? തോമസ് കാരൈലി പറഞ്ഞത്. ആൻഡ് ദേ പ്രൂവ് ദംസെൽസ് വെൻ ദേ ഗ്രേറ്റ് നീഡ്സ് അറൈസസ്. എപ്പോഴാണോ നീഡ് വരുന്നത്, അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻബോൺ ടാലൻറ്റ്, ആ ഒരു ആവശ്യം, ആ ഒരു നീഡ് വരുന്ന സമയത്ത് പുറത്ത് വരും എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, സം പീപ്പിൾ ആർ ബോൺ ടു ബിക്കം ലീഡേഴ്സ്. ചിലർ ലീഡേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ജനിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദേ ആർ ലീഡർഷിപ്പ് ആസ് എ ഹീറോയിക് ആക്ട് എന്നാണ് ആര് പറഞ്ഞത്? ഗ്രേറ്റ് മാൻ തിയറി തോമസ് കാരൈൽ പറഞ്ഞത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് എ ഗുഡ് തിയറി. അതിലൊരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. ഒന്നാമത്, ഇറ്റ് വാസ് എ മെയിൽ സെൻട്രിക് അപ്രോച്ച്. അവിടെ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ വുമൻ എങ്ങനെയായിരിക്കും ഗ്രേറ്റ് ലീഡേഴ്സ് ആവോ ഇല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് വുമൻ who's a great leaders. So it was a great criticism. Next one is that this explains that leadership cannot be learned or taught. It is an inherent trait. ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റുന്നതോ പഠിച്ചെടുക്കാൻ പറ്റുന്നതോ ഒന്നല്ല, അത് ബൈ ബേർത്ത് ഇൻബോൺ ആയിട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. അതും ഒരുപാട് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ദെൻ ഫോർ ദിസ് തിയറി ദർ വാസ് നോ സയൻറ്റിഫിക് വാലിഡേഷൻ. അങ്ങനെയുള്ള സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും ഈ ഒരു തിയറിക്ക് ഉണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു ലീഡർഷിപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇൻഹെറൻറ്റ് ക്യാരക്ടർ മാത്രമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടറിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെയും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും ഇവിടെ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു നെഗ്ലക്റ്റ് എന്ത് കൊടുത്തു? ഇതിന് വലിയൊരു ക്രിറ്റിസിസമായിട്ട് മാറുകയാണ് ചെയ്തത്. നെക്സ്റ്റ് തിയറി പറയുന്നത് ദ ട്രേറ്റ് തിയറിയാണ്. ട്രേറ്റ് തിയറി റാൽഫ് എം സ്റ്റോൺഡിൽ ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ട്രേറ്റ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന്. ഇൻ 1940 എക്സ്പ്ലെയിൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മസ്റ്റ് പോസസ് ദ കീ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ടു ബി ആൻ എഫക്റ്റീവ് ലീഡർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു എഫക്റ്റീവ് ലീഡർ ആവാൻ നമുക്ക് കുറച്ച് കീ ട്രേറ്റ്സും പേഴ്സണാലിറ്റി ഒക്കെ വേണം. അത് മുഖാന്തരമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തു, ഇത് എങ്ങനെയാണ്? ഇൻഹെറിറ്റഡ് ബൈ ബേർത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഗ്രേറ്റ് മാൻ തിയറി പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു ഇൻഹെറിറ്റൻസ് അപ്രോച്ചാണ് ആർക്ക് നൽകിയത്? വീണ്ടും ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ലീഡർ ക്വാളിറ്റിക്ക് നൽകിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ബേസ് ചെയ്തിട്ട് കുറച്ച് കാറ്റഗറീസ് പറയുന്നുണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ്, നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, സ്ട്രക്ചർ, കളർ, അപ്പിയറൻസ്, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ജെൻഡറാണ്, മെയിൽ ഓർ ഫീമെയിൽ ഓർ എനി അതർ ജെൻഡേഴ്സ്, റിലീജിയൻ, മെറൈറ്റൽ സ്റ്റാറ്റസ്, ഏജ്, ഒക്യുപ്പേഷൻ, ഇതൊക്കെ നമ്മുടെ ലീഡർഷിപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നാണ് ട്രേറ്റ് തിയറി പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ പറയുന്നത് നമ്മൾ എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ, പേഷ്യൻസ് ഉണ്ടോ, അഗ്രിയബിൾനെസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റലക്ച്വൽ ട്രേറ്റ്സ്. ഇൻ്റലക്ച്വൽ ട്രേറ്റ്സ് ഇൻ ദ സെൻസ് നമ്മുടെ കോഗ്നിഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, നമ്മുടെ ഇൻ്റലിജൻസ്, ജഡ്ജ്മെൻ്റൽ എബിലിറ്റി, നോളജ്,
ഇമോഷണൽ ആട്രിബ്യൂട്ട്സ്, അങ്ങനെയുള്ള ക്യാരക്ടറിനും നമ്മുടെ ലീഡർഷിപ്പിനെ എഫക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടാസ്ക് റിലേറ്റഡ് ട്രേറ്റ്സ്. ടാസ്ക് റിലേറ്റഡ് ട്രേറ്റ്സിൽ പറയുന്നത് നമ്മുടെ അറ്റൈൻമെൻറ്റ് ഡ്രൈവ്, ഡെഡിക്കേഷൻ, ഇനീസിയേഷൻ, ഡിറ്റർമിനേഷൻ പോലുള്ള കൺസ്ട്രക്റ്റുകളെയാണ് ഇതിൽ ടാസ്ക് റിലേറ്റഡ് ട്രേറ്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ കുറച്ച് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവാണ്, എത്രത്തോളം സോഷ്യലി ആക്റ്റീവാണ്, എത്രത്തോളം നമ്മൾ മറ്റു മെമ്പേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെയുള്ള ട്രെയ്റ്റുകളാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ഈ ഒരു ട്രെയ്റ്റ് തിയറിയിലൂടെ പറഞ്ഞത്. ആൻഡ് ഇത് കൂടുതലായിട്ടും പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒരാളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് അയാളെ ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പിലോട്ട് നയിക്കും എന്നാണ് ഈ ഒരു തിയറി പറഞ്ഞത്. അപ്പം നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, വൺ ഈസ് കോൺഫിഡൻസ്, ദാറ്റ് ഈസ് ബിലീഫ് ഇൻ വൺ സെൽഫ്. പിന്നെ വി നീഡ് ഓപ്പൺനെസ് ടു ഐഡിയാസ്, ലവ് ഓഫ് പീപ്പിൾ, acceptance of others, maturity, responsibility, and very important is desire to achieve a goal. ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇങ്ങനെയുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പിലോട്ട് ലീഡ് ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ട്രെയ്റ്റ് തിയറി പറഞ്ഞത്. എന്നാൽ ഈ തിയറിക്കും ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. കാരണം ഇത് വീണ്ടും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ആൻഡ് അത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഒരു വ്യക്തിയുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് തിയറി ഓൾസോ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സെയിം. അതേപോലെ തന്നെ ഒരു സർട്ടൻ ട്രെയ്റ്റ്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള ട്രെയ്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള ട്രെയ്റ്റ്സുകളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയുള്ള ഫെയിലിയേഴ്സ് ആയിരിക്കും ഉള്ളത് എന്നുള്ളത് അവരെന്ത് ചെയ്തു പറയാൻ വിട്ടുപോയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ട്രെയ്റ്റ്സൊക്കെ നമുക്ക് ലേണിങ്ങിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഒക്കെ അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് തിയറി ആയിട്ട് വരുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ഓർ ബിഹേവിയറൽ തിയറിയാണ്. അപ്പം ഇവിടെ മെയിനായിട്ട് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയർ തിയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് ഒരു സക്സസ്ഫുൾ ലീഡർ രണ്ട് രീതിയിലുള്ള ബിഹേവിയറാണ് എക്സിബിറ്റ് ചെയ്യുക. ദ എക്സിബിറ്റ് ടു ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ്. വൺ ഈസ് ടാസ്ക് സെൻറ്റേർഡ് ആൻഡ് അനദർ ഈസ് എംപ്ലോയി സെൻറ്റേർഡ്. ടാസ്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള ബിഹേവിയറും ഉണ്ടാവും, എംപ്ലോയി സെൻറ്റേർഡ് ആയിട്ടുള്ള ബിഹേവിയറും ഉണ്ടാവും. ടാസ്ക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതും ക്വാണ്ടിറ്റി ഉള്ളതുമായിരിക്കും. വർക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ത് ടാസ്ക് ആണോ അല്ലെങ്കിൽ എന്ത് വർക്കാണോ നൽകിയിട്ടുള്ളത് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതിനെല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും ടാസ്ക് സെൻറ്റേർഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബിഹേവിയർ. ഓൺ ദ അതർ ഹാൻഡ്, എംപ്ലോയി സെൻറ്റേർഡ് ഓറിയൻറ്റേഷൻ ഓർ എംപ്ലോയി സെൻറ്റേർഡ് ബിഹേവിയർ ഫോക്കസസ് ഓൺ ദ പേഴ്സണൽ നീഡ്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ നീഡ്സിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. അങ്ങനെയുള്ള ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഈ ഒരു ലീഡറിന് ഉണ്ടാവുക. അതാണ് പറഞ്ഞത്, ബിഹേവിയർ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് കാണും. ഒരു സക്സസ്ഫുൾ ലീഡർ രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുക. ഒന്ന് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് വർക്കിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം നോക്കിയിട്ട്. രണ്ടാമത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും ലീഡേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രെയ്റ്റ്സിനെ കുറിച്ചൊന്നും അധികം പറഞ്ഞിട്ടില്ല. അവരുടെ ഒബ്സർവബിൾ ബിഹേവിയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മേജർ റിസർച്ച് പ്രോഗ്രാംസ് ആയിരുന്നു നടത്തിയിരുന്നത്. അത് രണ്ടും നടത്തിയിരുന്നത് രണ്ട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലായിരുന്നു. എങ്ങനെയുള്ള ബിഹേവിയേഴ്സാണ് ഈ ലീഡേഴ്സിന് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റഡിയിൽ, ഒന്ന് ഓഹിയോ സ്റ്റേറ്റ് ലീഡർഷിപ്പ് സ്റ്റഡിയും രണ്ട് ദ യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ സ്റ്റഡീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ദ ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ പറയുന്നത് അവിടെ ഒരുപാട് റിസർച്ചസ് നടന്നു. ദേ മെയ്ഡ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തു. എന്തിനായിരുന്നു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തത്? ടു ഡു എ സർവേ ഇൻ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ സെറ്റപ്സ്. ദ സ്റ്റഡി വാസ് ഡൺ ഇൻ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് ആൻഡ് ദേ ഡിറ്റർമൈൻഡ് ദ പെർസെപ്ഷൻ ഓഫ് ദി സബോർഡിനേറ്റ്സ് ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദെയർ ലീഡേഴ്സിനോടുള്ളൊരു ലീഡേഴ്സിൻ്റെ
ഒരു ബിഹേവിയറിനെ എങ്ങനെയാണ് സബോർഡിനേറ്റ്സ് പെർസീവ് ചെയ്യുന്നത് എന്നായിരുന്നു അവർ മെയിനായിട്ട് നോക്കിയിരുന്നത്. ആൻഡ് ദേ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദർ ആർ 2 ബിഹേവിയേഴ്സ് ഓഫ് എ ലീഡറിൻ്റെ 2 മെയിൻ ബിഹേവിയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. കൺസിഡറേഷൻ ആൻഡ് ഇനീസിയേറ്റിംഗ് സ്ട്രക്ചർ. 2 കാറ്റഗറി ഓഫ് ബിഹേവിയർ ആണ് പറഞ്ഞത്. കൺസിഡറേഷൻ ആൻഡ് ഇനീഷിയേറ്റിംഗ് സ്ട്രക്ചർ. Consideration in the sense the leaders are attentive towards their subordinates and build up an excellent interpersonal relationship with them. They are very supportive and friendly. This termed as people-oriented behavior. So, ഈ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഒരു സക്സസ്ഫുൾ ലീഡറിന് എന്തുണ്ട്, കൺസിഡറേഷൻ ഉണ്ടാവും. ഹി കൺസിഡർ അബൌട്ട് ദ നീഡ്സ് ഓഫ് എ subordinate. There will be a excellent interpersonal relationship. There will be a good interaction between the subordinate and the leader. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പീപ്പിൾ ഓറിയൻറ്റഡ് ബിഹേവിയർ ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. 2, ഇനീസിയേറ്റിംഗ് സ്ട്രക്ചർ. അതായത് ഹി വിൽ ബി ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യണം, അതിന് എന്തൊക്കെ ഷെഡ്യൂൾ ഉണ്ടാക്കണം, അതിന് എന്തൊക്കെ സ്ട്രക്ചർ വേണം, ആരൊക്കെ വർക്ക് ചെയ്യണം, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടുക. ഈ ഇനീസിയേറ്റിംഗ് സ്ട്രക്ചർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെയുള്ള ബിഹേവിയർ ഉള്ള ലീഡേഴ്സിന് ആക്ച്വലി സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിസോഴ്സസ് മാത്രമാണ്. അവർക്ക് ചെയ്യേണ്ട ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സസ് ആയിട്ട് മാത്രമാണ് സബോർഡിനേറ്റ്സിനെ അവർ കാണുന്നത്. ദാറ്റ് ഈസ് ടാസ്ക് ഓറിയൻറ്റഡ് ബിഹേവിയർ. അവിടെ അധികമൊന്നും അവർ ആരെ കൺസിഡർ ചെയ്യില്ല, അവരുടെ ഒരു സബോർഡിനേറ്റ്സിനെ കൺസിഡർ ചെയ്യില്ല. അപ്പം ഈ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ 2 ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ടാവും ലീഡേഴ്സിന് എന്നാണ് പറഞ്ഞത്. 1 പീപ്പിൾ ഓറിയൻറ്റഡ് ബിഹേവിയർ ഉണ്ടാവും, 2 ടാസ്ക് ഓറിയൻറ്റഡ് ബിഹേവിയർ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റഡി നടത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ സ്റ്റഡീസിലായിരുന്നു. ഈ മിച്ചിഗൻ സ്റ്റഡി കൂടുതലായിട്ടും ഗ്രൂപ്പ് പെർഫോമൻസിനെ കുറിച്ചായിരുന്നു സ്റ്റഡി നടത്തിയത്. ദേ മെയ്ഡ് എ കമ്പാരിസൺ ഓഫ് ഇഫക്റ്റീവ് മാനേജേഴ്സ് വിത്ത് ഇൻഎഫക്റ്റീവ് വൺസ് ആൻഡ് ഫൗണ്ട് ദാറ്റ് 2 can be discriminated on the basis of their behavior. They were doing a comparison between effective managers and ineffective managers. അപ്പോൾ അവർ പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് കാണാം. ജോബ് സെൻട്രിക് ബിഹേവിയറും കാണാം, ഓർഗനൈസേഷണൽ മെമ്പർ സെൻട്രിക് റിലേഷനും കാണാം. They study also resulted in the identification of 4 additional behaviors. ഒരു എഫക്റ്റീവ് ലീഡറിന് വേണ്ട 4 ക്വാളിറ്റീസും കൂടെ അവർ ഈ ഒരു സ്റ്റഡീസിൽ കണ്ടെത്തി. 1 is support, second one is goal emphasis, third one is work facilitation, fourth one is interaction. അപ്പോൾ ഇൻട്രാക്ഷൻ വേണം, ഒരു വർക്കിംഗ് ടുഗെദർനെസ് വേണം, ഒരു പ്രത്യേക ഗോൾ വേണം, അതിനെ അച്ചീവ് ചെയ്യണം, അതിന് വേണ്ട സ്ട്രക്ചറിങ് വേണം, അതിന് വേണ്ട ഷെഡ്യൂൾ വേണം, ആൻഡ് ദർ ഷുഡ് ബി എ ഗ്രേറ്റ് സപ്പോർട്ട് ഫോർ ദ ഫോളോവേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വേണം എന്ന് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡീസിലും കൂടെ അവർ കണ്ടെത്തി. ഇനി വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റഡി തിയറിയാണ് ബ്ലേക്ക് ആൻഡ് മൗണ്ടൻസ് ലീഡർഷിപ്പ് ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു മാനേജേഴ്സിൻ്റെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു. ആ മാനേജേഴ്സിലുള്ള സ്റ്റഡി നടത്തിയത് ആക്ച്വലി ഈ ഒരു ലീഡർഷിപ്പ് ഗ്രിഡ് വെച്ചിട്ടാണ്. ഈ ലീഡർഷിപ്പ് ഗ്രിഡ് വെച്ചിട്ട് അവരൊരു സ്റ്റഡി നടത്തിയപ്പോൾ അവർ ഒരു എനിക്ക് തോന്നുന്നു വേരിയസ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് അവർ കണ്ടെത്തി ഈ മോഡൽ വഴി. ആ ഒരു ഏതൊക്കെ സ്റ്റൈൽസ് ആയിരുന്നു അവർ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ഇതാണ് ആ ഒരു ഗ്രിഡ് ഉള്ളത്. ഈ ഗ്രിഡിൽ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണുള്ളത്. ആ ലീഡർഷിപ്പൊക്കെ ഓരോ ഗ്രിഡിലാണ് കിടക്കുന്നത്. മെയിനായിട്ട് 5 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് അവർ കണ്ടത്. ഇൻഡിഫറൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ, കൺട്രോളിംഗ് ഓർ ദി കൺട്രി ക്ലബ്, അക്കോമഡേറ്റിംഗ് ഓർ ടാസ്ക് ഓറിയൻറ്റഡ്, സ്റ്റാറ്റസ് കോ ഓർ ബാലൻസ് ആൻഡ് സൗണ്ട്. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ these leaders were neither attending to the work nor attending to the employee. അവർ ലീഡേഴ്സാണ്, പക്ഷേ എംപ്ലോയിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അങ്ങനെ ഒന്ന് എഫക്റ്റീവ് ആവുമോ? ഇല്ല. ഇതായിരുന്നു ഏറ്റവും ഇൻഎഫക്റ്റീവ് ആയൊരു ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് കൺട്രോളിങ് ഓർ ദ കൺട്രി ക്ലബ് എന്ന് പറയുന്ന കാറ്റഗറി. അതിൽ കൂടുതലായിട്ടും അതിലുള്ള മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ മാനേജേഴ്സ് കൂടുതലായിട്ടും സ്റ്റാഫ്സിൻ്റെ ഒരു വെൽബീയിങ്ങിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അക്കോമഡേറ്റിംഗ് ഓർ ടാസ്ക് ഓറിയൻറ്റഡ്. അക്കോമഡേറ്റിംഗ് ഓർ ടാസ്ക് ഓറിയൻറ്റഡ് ഇൻ ദ സെൻസ് അവർ കൂടുതലായിട്ട് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വർക്കിന് കിട്ടുന്ന പ്രൊഡക്ഷൻ, അതിൻ്റെ ഔട്ട്പുട്ട്, അങ്ങനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സ്റ്റാറ്റസ് കോ ഓർ ബാലൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോയി. മോഡറേറ്റും ഈക്വൽ ഇമ്പോർട്ടൻസുമാണ്
അവർ വർക്കിനും കൊടുത്തത് എംപ്ലോയിക്കും കൊടുത്തത് രണ്ടിനും തുല്യമായിട്ട് ഒരു മോഡറേറ്റ് ആയിട്ട് അധികം കൂടുതലായിട്ടുള്ള ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു മോഡറേറ്റ് ആയിട്ട് ആവറേജ് ആയിട്ടുള്ള ഒരു അറ്റൻഷനാണ് കൊടുത്തത്. സൗണ്ട് എന്ന് ഇൻ ദ സെൻസ് സൗണ്ട് കാറ്റഗറിയിൽ എന്തായിരുന്നു, അവർ ദേ കൺസിഡേർഡ് ബോത്ത് വർക്ക് ആൻഡ് ദ പീപ്പിൾ ഓൾ ദ മെമ്പേഴ്സ്. പക്ഷെ രണ്ടിനും അവരെന്ത് കൊടുത്തു, അത്രയും ഹൈ ആയിട്ടുള്ള ഒരു കൺസേൺ കൊടുത്തു. ഔട്ട്പുട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, എംപ്ലോയിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഹൈ ഔട്ട്പുട്ട് കിട്ടണം, അറ്റ് ദ സെയിം ടൈം എംപ്ലോയി എന്തായിരിക്കണം, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് തിയറിയാണ് കണ്ടീജൻസി തിയറി. കണ്ടീജൻസി തിയറി, ഈ തിയറികളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വന്ന കണ്ടീജൻസി തിയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പിന് വേണ്ടത് 3 ഫാക്ടേഴ്സാണ്. ആ 3 ഫാക്ടേഴ്സ്, ഒന്ന് ട്രേറ്റ്സ്, സെക്കൻഡ് വൺ ഇസ് ബിഹേവിയർ ആൻഡ് തേർഡ് വൺ ഇസ് സിറ്റുവേഷൻ. So according to contingency theory, effective leadership is based on 3 factors: traits, behavior and situation. A leader's behavior varies as per the situation. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും ബിഹേവിയർ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ലീഡേഴ്സിൻ്റെ ബിഹേവിയറും ഇതിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതിനു വേണ്ടി മൾട്ടിപ്പിൾ സ്റ്റഡീസ് നടത്തുകയും ആൻഡ് ഫൈനലി ദേ ഹാവ് ഫൗണ്ട് ഔട്ട് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് തിയറി. കുറച്ച് മോഡൽസ് ഇവർ കണ്ടെത്തുകയും ചെയ്തു. അപ്പം കണ്ടിജൻസി തിയറിയിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് പഠിക്കാനുണ്ട്. ഏതൊക്കെ മോഡൽസ് എന്നൊന്ന് നോക്കാം. ഇതിൽ ഫ്രെഡ് ഫീൽഡേഴ്സ് കണ്ടിജൻസി മോഡൽ വരുന്നുണ്ട്, ഹൗസി ബ്ലാൻചണ്ട് സിറ്റുവേഷണൽ തിയറി വരുന്നുണ്ട്, ഇവാൻ ആൻഡ് ഹൗസ് പാത്ത് ഗൂൾ തിയറി വരുന്നുണ്ട്, റൂം യറ്റാൻ ജാഗോ ഡിസിഷൻ മേക്കിംഗ് മോഡൽ വരുന്നുണ്ട്, കോഗ്നിറ്റീവ് റിസണൻസ് തിയറി വരുന്നുണ്ട്, കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറി വരുന്നുണ്ട്, സ്ട്രാറ്റജിക് കണ്ടിജൻസി തിയറിയും വരുന്നുണ്ട്. അങ്ങനെ 6 മോഡൽസിനെ കുറിച്ചാണ് കണ്ടിജൻസി തിയറി പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു, ട്രേറ്റ്, ബിഹേവിയർ, സിറ്റുവേഷന്. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. Fred Fielder's contingency theory was proposed by Dr. Fred E. Fielder. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ പെർഫോമൻസസ് ഓഫ് ഗ്രൂപ്പ് ഓർ ടീം ഓൺ പ്ലസൻറ്റ് ആൻഡ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻസ്. അദ്ദേഹം ഒരു ടീമിൻ്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തത് അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, പ്ലസൻറ്റ് സിറ്റുവേഷൻസ് ആണോ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻസ് ആണോ, എങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് യൂസ് ചെയ്തത്, ഈ 2 കാര്യത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം പെർഫോമൻസിനെ മെഷർ ചെയ്തത്. ഇനി ലീഡർഷിപ്പ് സ്റ്റൈൽ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്കെയിൽ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ലീസ്റ്റ് പ്രിഫേർഡ് കോ വർക്കർ LPC സ്കെയിൽ. ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണോ എഫക്റ്റീവ് എന്ന് അദ്ദേഹം നോക്കി. And it was a very good technique in which leaders asked to think of a person whom they least like to work with and score them on different bipolar scales. ഇവിടെ ഒരു ഇൻഡിവിജ്വലിനെ വിളിച്ചിട്ട് ഒന്ന് ചിന്തിക്കൂ, ഒരു വ്യക്തിനെ ചിന്തിക്കൂ, അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ ഒട്ടും വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് ഒരു സ്കോർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന രീതിയിലാണ് ആക്ച്വലി ഈ ഒരു സ്കെയിലുള്ളത്. അതിൽ ഫ്രണ്ട്ലി അൺഫ്രണ്ട്ലി എന്നുള്ള ഒരു ഡയമെൻഷൻ ഉണ്ട്, എഫിഷ്യൻറ്റ് ഇൻഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് അൺകോപ്പറേറ്റീവ് എന്നുള്ള ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് തിങ്ക് ചെയ്യുന്നു, ഏറ്റവും ലീസ്റ്റ് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ഒരിക്കലും കുറച്ച് മാത്രം നമ്മൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ, അയാളെ നമ്മൾ തിങ്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അയാൾക്ക് ഡയമെൻഷൻസ് കൊടുക്കണം. അയാൾ ഫ്രണ്ട്ലി ആണോ അൺഫ്രണ്ട്ലി ആണോ, എഫിഷ്യൻ്റ് ആണോ ഇൻഎഫിഷ്യൻ്റ് ആണോ, കോപ്പറേറ്റീവ് ആണോ അൺകോപ്പറേറ്റീവ് ആണോ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മാർക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു 3 രീതിയിലുള്ള ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ LPC സ്കെയിൽ വെച്ചിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് എന്താ വെച്ചാൽ, ലീഡേഴ്സ് സ്കോർ ഹൈ സ്കോർ ഓൺ LPC സ്കെയിൽ, ദാറ്റ് മീൻസ് ഹീസ് ഹൈലി റിലേഷൻ ഓറിയൻറ്റഡ്. LPC സ്കെയിൽ കൂടുതൽ സ്കോർ കിട്ടിയാൽ വളരെയധികം റിലേഷൻ ഓറിയൻറ്റഡും അതേപോലെ തന്നെ കോവർക്കേഴ്സിനോട്
വളരെയധികം ജനറസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണതെന്നും അദ്ദേഹം കണ്ടെത്തി. ഇൻ കേസ് LPC സ്കെയിലിൻ്റെ സ്കോർ കുറവാണെങ്കിൽ അവിടെ കൂടുതലായിട്ടും ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടും വർക്കേഴ്സിന് കുറച്ച് പ്രിയോറിറ്റി കൊടുത്തിട്ട് വർക്കിനും പെർഫോമൻസിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലായിരിക്കും ഉണ്ടാവുക ഈ ലീഡറിൽ നിന്ന് കണ്ടെത്തി. സോ എങ്ങനെയായിരുന്നു, LPC സ്കെയിൽ ഹൈ ആകുമ്പം റിലേഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് സ്കെയിൽ. ലോ ആണെങ്കിൽ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്കെയിൽ, ഗിവിങ് മോർ പ്രിയോറിറ്റി ടു വർക്ക് ആൻഡ് പെർഫോമൻസ്. ഇനി രണ്ടാമത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള ലീഡേഴ്സിനൊക്കെ അവരുടെ ഫേവറബിൾ സിറ്റുവേഷൻസ് നന്നായിട്ട് മാനേജ് ചെയ്യാനും അവരെ തന്നെ കൺട്രോൾ ചെയ്യാനും അവരുടെ ഗ്രൂപ്പ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് വേണ്ട കമാൻഡ്സ് കൊടുക്കാനൊക്കെ അവർക്ക് നല്ല രീതിയിൽ സാധിച്ചു. സിറ്റുവേഷൻ മാച്ചസ് ഇൻ ദ സെൻസ് Fielder gave a contingency model named Leader Situational Matches in which he explained that leadership styles could be either task-oriented or people-oriented based on the favorableness of the situation. അപ്പം സിറ്റുവേഷണൽ മാച്ചസ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ അനുസരിച്ച് രണ്ട് രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ടാവാം. എയ്തർ ടാസ്ക് ഓറിയൻറ്റഡ് ഓർ പീപ്പിൾ ഓറിയൻറ്റഡ്. അപ്പം ഇതാണ് ഫീൽഡേഴ്സ് നമുക്ക് തന്ന ഒരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ. ഇനി പറഞ്ഞത് സിറ്റുവേഷണൽ അപ്രോച്ച് ആയിരുന്നു. സിറ്റുവേഷണൽ അപ്രോച്ചോ സിറ്റുവേഷണൽ മോഡൽ എന്ന് പറഞ്ഞു. സിറ്റുവേഷണൽ മോഡൽ കൂടുതലായിട്ടും പറയുന്നത് ഒരു ലീഡറിൻ്റെ ബിഹേവിയർ എപ്പോഴും സിറ്റുവേഷണൽ ബേസ് ചെയ്തിട്ടായിരിക്കും. അൺഫേവറബിൾ സിറ്റുവേഷൻ ആണോ ഫേവറബിൾ സിറ്റുവേഷൻ ആണോ, അതേപോലെ തന്നെ സിറ്റുവേഷൻസിനെ എങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വന്നാൽ അതിനോട് എങ്ങനെ നമ്മൾ അതെങ്ങനെ എടുക്കണം, എന്നിട്ട് എങ്ങനെ നമ്മളതിൽ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിലായിരിക്കും ഒരു എഫക്റ്റീവ് ലീഡർ എന്നാണ് സിറ്റുവേഷണൽ അപ്രോച്ച് പറയുന്നത്. ഇനി വരുന്ന ഒരു മോഡലാണ് പാത്ത് ഗോൾ അപ്രോച്ച് ഓർ പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നത്. പാത്ത് ഗോൾ തിയറി വാസ് ആക്ച്വലി പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് ജെ ഹൗസ്. റോബർട്ട് ജെ ഹൗസും മാർട്ടിൻ ഇവാൻസും ആണ് 1970s ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ഹൗ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ് ഫോളോവേഴ്സ് എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ ഫോളോ ചെയ്യുന്ന അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ എങ്ങനെ ഒരു ലീഡർ നോക്കിക്കാണുന്നു എന്നാണ് പാത്ത് ഗോൾ അപ്രോച്ച് അല്ലെങ്കിൽ പാത്ത് ഗോൾ മോഡൽ ഫോക്കസ് ചെയ്തത്. ഈ ഒരു തിയറി പ്രകാരം ഒരു ഫോളോവറിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മെമ്പർ എപ്പോഴാണോ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് ഒരു ലീഡറിൻ്റെ ബിഹേവിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ, എപ്പോഴാണോ ആ ഒരു ഫോളോവർ അവർക്ക് കിട്ടുന്ന സോഴ്സുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് അവർ കരുതുന്നത്, അങ്ങനെയാകുമ്പോൾ അവരെന്തായിരിക്കും ആ ഒരു ലീഡർ ബിഹേവിയർ എപ്പോഴും എന്തായിരിക്കും ആക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. When the followers are satisfied about the present or they will be satisfied about the future, അവരെപ്പോഴും ആ ഒരു ലീഡറിനെ ആക്സെപ്റ്റ് ചെയ്യും. സോ ഈ ഒരു പാത്ത് ഗോൾ തിയറി ഒരു 4 രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ 1 ഡയറക്റ്റീവ് സ്റ്റൈൽ, 2 സപ്പോർട്ടീവ് സ്റ്റൈൽ, 3 പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ, 4 അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് സ്റ്റൈൽ. അങ്ങനെയുള്ള 4 സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഡയറക്റ്റീവ് സ്റ്റൈൽസ് പറയുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ഫോളോവേഴ്സിന് എന്ത് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നതെന്ന് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുക. അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും പ്രോപ്പറായിട്ട്. സപ്പോർട്ടീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗൈഡൻസ് കൊടുക്കുക മാത്രമല്ല, അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഉണ്ടാവും. അവിടെ ഫോളോവേഴ്സും ലീഡേഴ്സും തമ്മിലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കൂടെ ഉണ്ടാവും. 3 പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ നോക്കുക, ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുക എങ്ങനെ ഫോളോവറിൻ്റെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഗ്രൂപ്പ് മെമ്പറിൻ്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കാം, അതിനായിരിക്കും പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ കൂടുതലായിട്ടും നോക്കുന്നത്. അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദി സെറ്റ് ചാലഞ്ചിങ് ഗോൾസ് ഫോർ ദ ഫോളോവേഴ്സ്. അവരവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോ ഫോളോവേഴ്സിനോ അവരെന്ത് ചെയ്യും, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യും. എന്നിട്ട് വളരെ കുറച്ച് സൂപ്പർവിഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ.
ബാക്കി എല്ലാം അവർ ആർക്കാണ് കൊടുക്കുക? എല്ലാം ഉത്തരവാദിത്വം അവർ അവരുടെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനാണ് കൊടുക്കുക. അങ്ങനെയുള്ള 4 സ്റ്റൈലുകൾ ഉണ്ട് എന്നാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി വരുന്നത് റൂം യറ്റൻ ജാങ്കോ ഡിസിഷൻ മേക്കിംഗ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്കറിയാം, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ലീഡർഷിപ്പ് സ്റ്റൈൽ വാരി ചെയ്യണീന് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയിൽ വാരി വരുന്നതിനനുസരിച്ച് ഒരാളെടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിലും ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഒരുപക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പം ഏത് രീതിയിലാണോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എന്താണോ അതിനനുസരിച്ച് എന്തിൽ ചേഞ്ച് വരും? നമ്മൾ കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽസിലും ഡിഫറൻസ് വരും. അത് മാത്രമല്ല, നമ്മുടെ കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനെയും അതോടൊപ്പം അവരുടെ ആക്റ്റീവ്നെസ്സിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കും. എത്രത്തോളം ആക്റ്റീവാണ് എംപ്ലോയി, എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് എംപ്ലോയി തരുന്നുണ്ട്, ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും എപ്പോഴും ഒരു ലീഡർ ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡിസിഷൻ്റെ ടൈംലിനെസ്, ഡിസിഷൻ്റെ ആക്സെപ്റ്റൻസ്, ഡിസിഷൻ്റെ ക്വാളിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണണം എന്നാണ് പറയുന്നത്. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് 5 രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓട്ടോക്രാറ്റിക് 1, ഓട്ടോക്രാറ്റിക് 2, കൺസൾട്ടേറ്റീവ് 1, കൺസൾട്ടേറ്റീവ് 2 ആൻഡ് കൊളാബറേറ്റീവ്. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് 1 എന്ന് പറഞ്ഞാൽ ഈ ലീഡർ ആരോടും ഒരു അഭിപ്രായം ചോദിക്കില്ല. ഹീ ടേക്സ് ഹിസ് ഓൺ ഡിസിഷൻ. തനിച്ച് തന്നെ ഡിസിഷൻസ് എടുക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് അദ്ദേഹം തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുക ഗ്രൂപ്പിൽ, അല്ലാതെ മെമ്പേഴ്സിനോടൊന്നും ചോദിക്കില്ല. ഓട്ടോക്രാറ്റിക് 2-ൽ എന്താ വെച്ചാൽ ഒപ്പീനിയൻ ചോദിക്കും, ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ഒപ്പീനിയൻ ചോദിക്കും, അവരിൽ നിന്ന് ഇൻഫോർമേഷനൊക്കെ ഗ്യാദർ ചെയ്യും. പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? ലീഡറിൻ്റെ ആയിരിക്കും. എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ളത് ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് പറയില്ല. അതായത് ഓട്ടോക്രാറ്റിക് ആയിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓട്ടോക്രാറ്റിക് 1-ൽ അദ്ദേഹത്തിന് കിട്ടുന്ന അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് തീരുമാനം എടുക്കുന്നു. രണ്ടാമത്തേൽ എന്താണ്? ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ഡിസിഷനാണ് എടുത്തത് എന്നുള്ളത് ഗ്രൂപ്പ് മെമ്പേഴ്സ് അറിയില്ല. കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ലീഡർ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? അദ്ദേഹം മാത്രമായിരിക്കും. ഓട്ടോക്രാറ്റിക്കിൻ്റെ വേറൊരു രീതി, പക്ഷേ അവിടെ ഒപ്പീനിയൻ വാങ്ങുന്നുണ്ട്, ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. കൺസൾട്ടേറ്റീവ് 2 ഇൻ ദ സെൻസ് അദ്ദേഹം ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് സംസാരിക്കുന്നു, അവിടുന്ന് അവരുടെ ഒപ്പീനിയൻ അറിയുന്നു, സജഷൻസ് ചോദിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടൊരു ഡിസിഷനിൽ ആരെത്തുന്നു? അദ്ദേഹം എത്തുന്നു. ലാസ്റ്റ് കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. സപ്പോർട്ടീവ്, 2 കൂട്ടരും സപ്പോർട്ടീവോട് കൂടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. സോ ഈ ഒരു കൊളാബറേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് എടുക്കുന്നത് ബോത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സും ആ ഒരു ലീഡേഴ്സും ഒരുമിച്ച് നിന്ന് 2 പേരും സപ്പോർട്ട് ചെയ്തിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി പറയുന്ന 2 തിയറി, ഒന്ന് കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറിയും 2 സ്ട്രാറ്റജി കോണ്ടിജൻസി തിയറിയാണ്. അതിൽ കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറി പറയുന്നത് ഈ ഒരു ലീഡർ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ അത്രത്തോളം എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ഒരു ടീമിനെ ലീഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും എഫിഷ്യൻ്റായിട്ട് അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ലീഡറും ഒരു എക്സ്പീരിയൻസ് ലീഡറും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറിയിൽ പറയുന്നത്. ഇൻ്റലിജൻറ്റ് ലീഡറിന് എപ്പോഴും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ലെസ് പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കാൻ കഴിയുക. പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ലീഡറിന് എപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒരു കമ്പാരിസനാണ് നടത്തുന്നത്. എക്സ്പീരിയൻസ്ഡ് ലീഡറും ഇൻ്റലിജൻറ്റ് ലീഡറും തമ്മിലൊരു കമ്പാരിസനാണ് ആക്ച്വലി കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറിയിൽ നടത്തിയത്. സ്ട്രാറ്റജിക് കോണ്ടിജൻസീസ് തിയറീസിൽ പറയുന്നത് ഒരു ലീഡറിൻ്റെ എഫിഷ്യൻസി
ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൾ എത്രത്തോളം പ്രോബ്ലം സോൾവിങ് സ്കില്ല് ആ ഒരു ലീഡറിന് ഉണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ എത്രത്തോളം ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസിഷൻ എത്രത്തോളം എടുക്കാൻ കഴിയും, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണോ അല്ലയോ എന്ന് പറയുന്നത് എന്നാണ് സ്ട്രാറ്റജിക് കോണ്ടിജൻസി തിയറി പറയുന്നത്. സോ എന്താണ് സ്ട്രാറ്റജിക് കോണ്ടിജൻസി തിയറി പറയുന്നത്? Effective leadership is based on the skill of a leader in problem solving and in handling critical situations and taking decision. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, എന്ത് ഡിസിഷൻ എടുക്കുന്നു, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും എഫക്റ്റീവ് ലീഡർ ആണോ അല്ലേ എന്ന് പറയുന്നത് എന്നാണ് സ്ട്രാറ്റജിക് കോണ്ടിജൻസി തിയറി പറയുന്നത്. ഇനി നെക്സ്റ്റ് തിയറിയാണ് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി പറയുന്നത്. കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി പറയുന്നത് എന്താ വെച്ചാൽ, ഒരു എഫക്റ്റീവ് ലീഡർ ആവണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ചെറിയ ചെറിയ ക്വാളിറ്റീസ് മാത്രം പോരാ, അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടും എക്സെപ്ഷണൽ ക്വാളിറ്റീസും വേണം. മറ്റുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടത്, അതിൽ കൂടുതലായിട്ട് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുറച്ച് എക്സെപ്ഷണൽ ക്വാളിറ്റീസും കൂടെ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ക്വാളിറ്റീസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എൻവിഷനിങ് ഓർ ഫോർസീയിങ്, അതായത് നമ്മൾ ലീഡേഴ്സ് എപ്പോഴും ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ചും അതേപോലെ തന്നെ ഒരു വിഷൻ ഉണ്ടാക്കാനും മെമ്പേഴ്സിൽ ഹൈ എക്സ്പെക്റ്റേഷൻസും ഡ്രീംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എനർജൈസിങ് ആൻഡ് എംപവറിങ്. അപ്പോൾ ഒരു ലീഡർ എപ്പോഴും ഹൈലി എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, ഗ്രൂപ്പ് മെമ്പേഴ്സിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. തേർഡ് വണ്ണ് എനേബിളിങ് ഓർ ഗൈഡിങ്, അതായത് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കണം, പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം, ഒരു കമ്പാഷൻ, ഒരു ഫോളോവേഴ്സിൽ എപ്പോഴും ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയുക എന്നാണ് ഇവിടെ ഈ ഒരു തിയറി പറയുന്നത്. ഇനി ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറിയാണ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു ഡിസൈഡ് ഔട്ട്കം അല്ലെങ്കിൽ ഡിസൈഡ് റിസൾട്ടിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദേ എംഫസൈസ് ഓൺ ദ റിയലൈസേഷൻ ഓഫ് ഡിസൈഡ് ഔട്ട്കം ആൻഡ് റിസൾട്ട്. നമുക്ക് ഔട്ട്കം കിട്ടുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. സോ ഇവിടെ പറയുന്നത് നമ്മൾ ഈ ഒരു ലീഡർ എപ്പോഴും ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും, റിവാർഡ്സ് ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസിന് റിവാർഡ്സ് കൊടുക്കുക, നോൺ പെർഫോമൻസിനെ പണിഷ് ചെയ്യുക. അങ്ങനെ നല്ലൊരു കോർഡിയൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ലീഡർ ഫോളോവർ നല്ലൊരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പണിഷ്മെൻറ്റും റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, ഡിസൈഡ് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കുകയാണ്. അതിനെയാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി പറയുന്നത്. ഇനി ലാസ്റ്റ് ഫോമാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി പറയുന്നത് എപ്പോഴാണോ നമ്മൾ നമ്മുടെ പെർസെപ്ഷനിൽ ചേഞ്ച് വരുത്തുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്നത്, എക്സ്പെക്റ്റേഷൻസിൽ ചേഞ്ച് വരുത്തുന്നത്, നമ്മൾ ഒരു ലീഡർ എപ്പോഴും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എഫക്റ്റീവ് ലീഡർഷിപ്പ് അയാൾ കാണിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വെൻ ഹി ചേഞ്ചസ് ദ പെർസെപ്ഷൻ ഓഫ് ഹിസ് ഫോളോവർ, ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പെർസെപ്ഷന്, അവരുടെ ബിഹേവിയേഴ്സ്, അവരുടെ എക്സ്പെക്റ്റേഷൻസിലൊക്കെ ചേഞ്ച് വരുത്തുകയും അവരൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുകയും ചെയ്താൽ അവിടെയാണ് ആ ഒരു ആളുടെ പ്രൊഫിഷ്യൻസി കിടക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെയാണ് ആളുടെ ഒരു കേപ്പബിലിറ്റി ഉള്ളത്. അങ്ങനെയുള്ളവരാണ് എഫക്റ്റീവ് ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു കോമൺ ഗോൾ ഉണ്ടാവും, ആ കോമൺ ഗോൾ അവർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ലീഡേഴ്സിന് കൂടുതലായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കാരിസ്മാറ്റിക് തിയറിയിൽ പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എബിലിറ്റീസ് ആവശ്യമാണ്. ഫോർസീയിങ്ങും എനർജൈസിങ്ങും ഒക്കെ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആവശ്യമാണെന്ന് തന്നെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി പറയുന്നത്. അതായത് ദേ ഷുഡ് ട്രാൻസ്ഫോം ദ പെർസെപ്ഷൻ, ബിഹേവിയർ ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദെയർ പാർട്ടിസിപ്പൻസ് ഓർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പം ഇവിടെ മെയിനായിട്ട് കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൻ്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, അതായത് അവരുടെ മൈൻഡ് സെറ്റിലും പെർസെപ്ഷനിലൊക്കെ ചേഞ്ച് വരുത്തുക. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും, അതായത് ഫോളോവേഴ്സിലൊരു കുറച്ച് ഇമ്പാക്റ്റ് കൊണ്ടുവരിക, ഈ ഒരു ഗ്രൂപ്പ് കാരണമുള്ള കുറച്ച് ഇമ്പാക്റ്റ് കൊണ്ടുവരിക. പിന്നെ അവർക്ക് മോട്ടിവേഷണൽ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം, അതായത് കുറച്ച് നെഗറ്റീവായിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ കൊടുക്കുക. ഇൻസ്പിറേഷണൽ ആവുക എന്ന് പറഞ്ഞാൽ എൻകറേജ് ദം ടു ഡൂ സംതിങ്, അച്ചീവ് ചെയ്യുക, ഗോൾ അച്ചീവ്മെൻറ്റ്, ഡിസയറൊക്കെ അവരിൽ കൊണ്ടുവരിക. ഇൻഡിവിജ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ്
ക്രിയേറ്റ് പവർഫുൾ ഇഫക്റ്റ് ഓൺ ദി ബിഹേവിയർ ആൻഡ് പെർസെപ്ഷൻ ഓഫ് ദി ഫോളോവർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് പറയുന്നത് നമുക്കൊരു എഫക്റ്റീവ് ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയണം. അവരെ ട്രാൻസ്ഫോം ചെയ്യണം. അവരുടെ സൈക്കോളജിക്കലായിട്ടും ഇൻഫ്ലുവൻഷ്യലായിട്ടും മോട്ടിവേഷണലായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ട്രാൻസ്ഫോം ചെയ്യാൻ, ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒരു ആൾ പെർഫെക്റ്റ് ലീഡറാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള ടോപ്പിക്ക് കവർ ചെയ്തു, അതായത് ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പും തിയറീസ് ഓഫ് ലീഡർഷിപ്പും. സോ പ്ലീസ് വാച്ച് ദീസ് ആൻഡ് മാർക്ക് യുവർ അറ്റൻഡൻസ് ആൻഡ് കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. താങ്ക് യു.